ഗിരിയേട്ടനിലെ എന്റെ പ്രതീക്ഷ മുഴുവൻ. ഗിരിയേട്ടൻ കൂടെ നിന്ന് കല്യാണം മുടക്കുന്ന ധൈര്യത്തില ഞാൻ ഈ സാഹസത്തിന് മുതിരുന്നത്. എല്ലാ പർച്ചേസിനും ഇപ്പൊ തുണികൾ തയ്ക്കാൻ വരെ ഞാൻ പോകുന്നത്. പാറുവിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. കല്യാണം എങ്ങനെ മുടക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. പെട്ടെന്ന് വേണം. ഇന്നെങ്കിൽ ഇന്ന് ഗിരിയേട്ടൻ ഒരു വഴി കണ്ടെത്തിയാൽ മതിയാവും. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. പാറു സമാധാനായിട്ടിരിക്കും. പിന്നെ ഗിരിയേട്ട, സിദ്ധാർത്ഥ് എങ്ങനെയുണ്ട്? എനിക്ക് ചേർന്ന ആളെന്നല്ലേ സിദ്ധു? എന്റെ സെലക്ഷൻ മോശമായിട്ടൊന്നുമില്ലല്ലോ. സിദ്ധാർത്ഥൻ ആള് കൊള്ളാം. പാറുവിന് ചേരും. ഇപ്പൊ നല്ല ജോഡിയായിരിക്കും. ഏതായാലും സിദ്ധുവിനെ ഗിരിയേട്ടന് ഇഷ്ടായല്ലോ. ഞങ്ങള് തമ്മില് നല്ല ജോഡിയായിരിക്കും പറഞ്ഞല്ലോ, അത് മതി എനിക്ക്. പിന്നെ ഒരു ഉപകാരം കൂടി ഗിരിയേട്ടന് എനിക്ക് വേണ്ടി ചെയ്യണം. എന്താ? ദീപോത്സവത്തിന് സിദ്ധാർത്ഥനോടുകൂടി ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ദീപോത്സവത്തിന് സിദ്ധാർത്ഥം വന്ന എങ്ങനെയാ? ഞാൻ പറയട്ടെ, സിദ്ധാർത്ഥനെ ഇവിടെ ആർക്കും അറിയില്ലല്ലോ ഗിരിയേട്ട, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോണില്ല. പക്ഷേ ദീപോത്സവത്തിന് സിദ്ധാർത്ഥുള്ളത് എനിക്കൊരു ധൈര്യ. അതുകൊണ്ടാ സിദ്ധുവിനോട് ഞാൻ വരാൻ പറഞ്ഞത്. സിറ്റിന്ന് സിദ്ധാർത്ഥ് ഇവിടെ എത്തുമ്പോ ഗിരിയേട്ടൻ വേണം സിദ്ധുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ. ആരെങ്കിലും ചോദിച്ചാ സിദ്ധു ഗിരിയേട്ടന്റെ സുഹൃത്താണെന്ന് പറഞ്ഞാ മതി. എന്താ, ഓക്കെ അല്ലേ? പ്ലീസ് ഗിരിയേട്ട, പറ്റില്ലെന്ന് മാത്രം പറയരുത്.